സാർ ഇവിടത്തെ ഒരു ചർച്ച പോകുന്ന എനിക്ക് തോന്നിയത് ഡിവോഴ്സിന്റെ കാരണം എപ്പോഴും ഡവറിയോ അലിമോണിയോ ആവണമെന്നില്ല. ഡിവോഴ്സിന് പല കാരണങ്ങളും ഉണ്ടാവാം. രണ്ട് ആളുകൾ തമ്മിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഇവിടെയുള്ള ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. ആസ് എ പാർട്ട്ണർ ഒരാൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടേതായിട്ടുള്ള പാർട്ട്ണറുടെ കുറ്റങ്ങളും കുറവുകളും ആദ്യം അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത്. അതിന് ആരെയും പേഴ്സണാലിറ്റി അധപതിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് മാഡം നേരത്തെ പറഞ്ഞില്ലേ, ദർ ഈസ് ഓൾവേസ് സം സോർട്ട് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് നീഡഡ്. പക്ഷേ അതൊരിക്കലും ഒരാളുടെ പേഴ്സണാലിറ്റീനെ ഇത് ചെയ്യല്ല വേണ്ടത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ ഡിവോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിവോഴ്സ് ഉണ്ടാവും. കാരണം ഡവറി വൺ ഓഫ് ദ മേജർ റീസൺ ആണ്. ഡവറി കാരണമുള്ള ഡിവോഴ്സ് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ ഇങ്ങനത്തെ കേസുകൾ എൻ്റെ ഒപ്പിയിൽ ഇപ്പോൾ സൈക്കാട്രിസ്റ്റ് എടുത്താൽ ഞാൻ ഇങ്ങനത്തെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒപ്പിയിൽ വന്ന കേസസ് എടുത്ത് നോക്കിയാൽ ഡവറി കാരണം പറഞ്ഞിട്ടുള്ളത് കുറവാണ്. അല്ല, താങ്കളെ സമീപിച്ച ആൾക്കാരില്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരുന്നത് കാര്യം ഇപ്പൊ പ്രത്യേകിച്ച് ഈ IT അങ്ങനെയുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് കാലമൊന്നും അവർ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല. അവർക്ക് എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ട്, ഫിനാൻഷ്യലി അവർക്ക് പൈസ ഉണ്ട്, ഒരു സെക്യൂരിറ്റി കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഇയാളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ ഒരു മ്യൂച്വൽ കൺസെന്റിൽ പോവുക എന്നുള്ളത്. എപ്പോഴാണ് ഡിവോഴ്സ് വരുന്നത്? ഒന്നില്ലെങ്കിൽ രണ്ടുപേരും ഹാപ്പി അല്ല, അല്ലെങ്കിൽ ഒരാൾ ഹാപ്പി അല്ല. ഇത് രണ്ടിലും ഇതാണെങ്കിൽ ഒരാൾ ഹാപ്പി അല്ലെങ്കിൽ അതിൽ മോഡിഫൈബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പറ്റുണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. രണ്ടാൾ ഹാപ്പി അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതല്ലേ സന്തോഷം. ഒരു വേർഡ് ഞാൻ ഒന്ന് പറയട്ടെ. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, എവിടെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആസ് എ പേഴ്സൺ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അഡ്ജസ്റ്റ്മെന്റ് എന്നതിനേക്കാൾ കൂടുതൽ പാർട്ട്ണർഷിപ്പിൽ, ലൈഫിലെ പാർട്ട്ണർഷിപ്പിൽ എനിക്ക് സക്സസ്ഫുൾ ആയതും എനിക്ക് കിട്ടിയിട്ടുള്ളതും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതും അവിടെ കോപ്പറേഷൻ, സ്നേഹം എന്ന 2 കാര്യങ്ങളാണ്. അവിടെ ടോളറേറ്റ് ചെയ്യുക എന്നുള്ള അവസ്ഥയല്ല, അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയല്ല, കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയാണ്. അവിടെ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ട്, എൻ്റെ പാർട്ട്ണർക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും പേഴ്സണാലിറ്റിയും ഉണ്ട്. ഞങ്ങൾ ഒത്തൊരുമിച്ച് ഈവൻ രുചികളുടെ വൈവിധ്യം പോലും ഞങ്ങൾ രണ്ടുപേരും 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളാണ്. എൻ്റെ പാർട്ട്ണർക്ക് ഇഷ്ടം എരിവും എനിക്കിഷ്ടം മധുരവുമാണ്. ഈവൻ ഞാൻ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, എനിക്ക് ചായയാണ് ഇഷ്ടം, പുള്ളിക്കിഷ്ടം കോഫിയാണ്. പക്ഷെ നമ്മൾ 2 പേരും അവിടെയുള്ള കോപ്പറേഷൻ, അവിടെ ടോളറേറ്റ് അല്ല, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, കോപ്പറേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടിയാണ് ഞങ്ങളുടെ 24 വർഷങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ കടന്നുപോയത്. അവിടെ ഇമോഷണൽ സപ്പോർട്ടുണ്ട്, ഫിസിക്കൽ സപ്പോർട്ടുണ്ട്. ഇതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ. നമ്മളെല്ലാവരും, നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും, ഥപ്പഡ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹിന്ദി മൂവി. എന്താണ് ആക്ച്വലി ആ മൂവിയിൽ പറയുന്നത്? ഒരൊറ്റ അടിയാണ് അതിലെ മെയിൻ ക്യാരക്ടർ നായിക ഡിവോഴ്സ് ചെയ്യാനുള്ള റീസൺ. അവരുടെ ഒരു പാർട്ടി നടക്കുന്നു, ആ ഹസ്ബൻഡിന് ഒരുപാട് ബിസിനസ് സ്ട്രഗിൾസ് ഉണ്ടാകുന്നു, അതിൻ്റെ ഇറിറ്റേഷനിൽ ഒരു ടോക്കിൽ ഒരൊറ്റ അടി കൊടുക്കുന്നു. അത് ആ പെൺകുട്ടി ഡിവോഴ്സിലേക്ക് വരെ എത്തിക്കുന്നു. അവിടെ ആ പെൺകുട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ജസ്റ്റ് എ സ്ലാപ്പ്, ഇത് വെറും ഒരു അടിയായിരുന്നില്ല എന്നാണ്. അതിന് നീ ഇത് ഡിവോഴ്സ് വരെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ചുറ്റും നേരിടുന്നത്. പക്ഷെ ആ അടി എവിടെയാണ് കൊണ്ടത്? വിവാഹം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ആ കുട്ടി കണ്ടിരുന്ന ആ സ്നേഹം, പരിഗണന, കോൺഫിഡൻസ്, കോപ്പറേഷൻ, അവിടെയാണ് ആ അടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.